ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഴുവൻ പാഠഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിവാഹത്തിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് കിലിയോൻ മരണമടഞ്ഞത്? ഓപ്ഷൻ എ 9 വർഷം, ഓപ്ഷൻ ബി 10 വർഷം, ഓപ്ഷൻ സി 8 വർഷം, ഓപ്ഷൻ ഡി 12 വർഷം. ഉത്തരം ഓപ്ഷൻ ബി 10 വർഷം. റൂത്ത് 1:4. റൂത്ത് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നവോമിക്ക് ആരൊക്കെ നഷ്ടപ്പെട്ടതായാണ് പറയുന്നത്? ഓപ്ഷൻ എ പുത്രന്മാർ, ഓപ്ഷൻ ബി അമ്മയും ഭർത്താവും, ഓപ്ഷൻ സി ഭർത്താവും പുത്രന്മാരും, ഓപ്ഷൻ ഡി പുത്രന്മാരും പുത്രികളും. ഉത്തരം ഓപ്ഷൻ സി ഭർത്താവും പുത്രന്മാരും. റൂത്ത് 1:5. റൂത്തിന്റെ ഭർത്താവ് ഏത് ദേശക്കാരനായിരുന്നു? ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി ബെത്ലഹേം, ഓപ്ഷൻ സി മോവാബ്, ഓപ്ഷൻ ഡി എഫ്രായിം. ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ. ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. വിശ്വസ്തതയ്ക്ക് മാതൃകയായിരുന്നത് ആര്? ഓപ്ഷൻ എ നവോമി, ഓപ്ഷൻ ബി ബോവാസ്, ഓപ്ഷൻ സി റൂത്ത്, ഓപ്ഷൻ ഡി ഏലി. ഉത്തരം ഓപ്ഷൻ സി റൂത്ത്. ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നവോമി മരുമക്കളോട് മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ മരിച്ചവരോട് നിങ്ങൾ കരുണ കാണിച്ചു, ഓപ്ഷൻ ബി മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു, കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ, ഓപ്ഷൻ സി കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ, ഓപ്ഷൻ ഡി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു, കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. റൂത്ത് 1:8. കർത്താവ് എപ്രകാരം തൻ്റെ മരുമക്കളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഓപ്ഷൻ എ കുടുംബജീവിതം നയിക്കാൻ, ഓപ്ഷൻ ബി മക്കൾ ഉണ്ടാകാൻ, ഓപ്ഷൻ സി സമൃദ്ധി ഉണ്ടാകാൻ, ഓപ്ഷൻ ഡി ആയുസ് ഉണ്ടാകാൻ. ഉത്തരം ഓപ്ഷൻ എ കുടുംബജീവിതം നയിക്കാൻ. റൂത്ത് 1:9. നവോമി മക്കളോട് തിരിച്ചു പോകാൻ 2-ാം പ്രാവശ്യം പറയുമ്പോൾ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ സി 2. റൂത്ത് 1:11. നിങ്ങളെ പ്രതി ഞാൻ അത്യധികം ഡാഷ് എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ദുഃഖിക്കേണ്ടി വരും, ഓപ്ഷൻ ബി സങ്കടപ്പെടേണ്ടി വരും, ഓപ്ഷൻ സി വിഷമിക്കേണ്ടി വരും, ഓപ്ഷൻ ഡി വ്യസനിക്കേണ്ടി വരും. ഉത്തരം ഓപ്ഷൻ ഡി വ്യസനിക്കേണ്ടി വരും. റൂത്ത് 1:13. ഏത് ദേശക്കാരാണ് നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത്? ഓപ്ഷൻ എ ഇസ്രായേൽക്കാർ, ഓപ്ഷൻ ബി ബെത്ലഹേംകാർ, ഓപ്ഷൻ സി മോവാബുകാർ, ഓപ്ഷൻ ഡി എഫ്രായിംകാർ. ഉത്തരം ഓപ്ഷൻ ബി ബെത്ലഹേംകാർ. റൂത്ത് 1:19. ബെത്ലഹേമിൽ തിരിച്ചെത്തിയ നവോമിയെ കണ്ട് ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചതാര്? ഓപ്ഷൻ എ സ്ത്രീകൾ, ഓപ്ഷൻ ബി ബന്ധുക്കൾ, ഓപ്ഷൻ സി പട്ടണവാസികൾ, ഓപ്ഷൻ ഡി അയൽക്കാർ. ഉത്തരം ഓപ്ഷൻ എ സ്ത്രീകൾ. റൂത്ത് 1:19. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ റൂത്ത് ബോവാസിനോട്, ഓപ്ഷൻ ബി ബോവാസ് റൂത്തിനോട്, ഓപ്ഷൻ സി നവോമി റൂത്തിനോട്, ഓപ്ഷൻ ഡി ശ്രേഷ്ഠന്മാർ ബോവാസിനോട്. ഉത്തരം ഓപ്ഷൻ ബി ബോവാസ് റൂത്തിനോട്. റൂത്ത് 2:12. റൂത്തിന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ അമ്മായിയമ്മ റൂത്തിനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ സി 2.
കൊയ്ത്ത് മുഴുവൻ തീരുവോളം ആരുടെ കൂടെ ആയിരിക്കണം എന്നാണ് ബോവാസ് പറഞ്ഞിരിക്കുന്നതെന്ന് റൂത്ത് നവോമിയോട് പറഞ്ഞത്? ഓപ്ഷൻ എ കൊയ്ത്തുകാരോട് കൂടെ, ഓപ്ഷൻ ബി വേലക്കാരോട് കൂടെ, ഓപ്ഷൻ സി ദാസിമാരോട് കൂടെ, ഓപ്ഷൻ ഡി കൂലിക്കാരോട് കൂടെ. ഉത്തരം ഓപ്ഷൻ ബി വേലക്കാരോട് കൂടെ. റൂത്ത് 2:21. എന്തിൻ്റെയൊക്കെ വിളവെടുപ്പ് തീരുന്നതുവരെയാണ് റൂത്ത് ബോവാസിന്റെ ദാസിമാരോട് കൂടെ ചേർന്ന് നിന്നത്? ഓപ്ഷൻ എ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും, ഓപ്ഷൻ ബി ഗോതമ്പിൻ്റെയും ചോളത്തിൻ്റെയും, ഓപ്ഷൻ സി ബാർലിയുടെയും ചോളത്തിൻ്റെയും, ഓപ്ഷൻ ഡി ധാന്യങ്ങളുടെ. ഉത്തരം ഓപ്ഷൻ എ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. റൂത്ത് 2:23. എപ്പോൾ വരെ ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികെ കിടന്നുറങ്ങാൻ ബോവാസ് റൂത്തിന് അനുവാദം കൊടുത്തു? ഓപ്ഷൻ എ പുലരുന്നത് വരെ, ഓപ്ഷൻ ബി പ്രഭാതം വരെ, ഓപ്ഷൻ സി നേരം വെളുക്കുന്നത് വരെ, ഓപ്ഷൻ ഡി അർദ്ധരാത്രി വരെ. ഉത്തരം ഓപ്ഷൻ ബി പ്രഭാതം വരെ. റൂത്ത് 3:13. റൂത്ത് വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ മരുമകളോട് ചോദിച്ചത് എന്ത്? ഓപ്ഷൻ എ മകളെ എന്തുണ്ടായി, ഓപ്ഷൻ ബി എന്താണ് സംഭവിച്ചത്, ഓപ്ഷൻ സി കാര്യങ്ങൾ എങ്ങനെ നടന്നു, ഓപ്ഷൻ ഡി എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്. ഉത്തരം ഓപ്ഷൻ എ മകളെ എന്തുണ്ടായി. റൂത്ത് 3:16. റൂത്തിന്റെ പുസ്തകത്തിലെ ഏത് അധ്യായത്തിലാണ് ഏറ്റവും കുറച്ച് വാക്യങ്ങളുള്ളത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ സി 3. 18 വാക്യങ്ങളാണ് ഉള്ളത്. യൂദാക്ക് താമാറിൽ ജനിച്ച കുഞ്ഞിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ സൽമോൻ, ഓപ്ഷൻ ബി ബോവാസ്, ഓപ്ഷൻ സി പേരസ്, ഓപ്ഷൻ ഡി തോഹു. ഉത്തരം ഓപ്ഷൻ സി പേരസ്. റൂത്ത് 4:12. എങ്ങനെയുള്ള മരുമകളാണ് ഒരു പുത്രനെ പ്രസവിച്ചതെന്ന് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത്? ഓപ്ഷൻ എ നിന്നെ സ്നേഹിക്കുന്നവൾ, ഓപ്ഷൻ ബി നിന്നെ സ്നേഹിക്കുവാനും 7 പുത്രന്മാരേക്കാൾ വിലപ്പെട്ടവളുമായ മരുമകൾ, ഓപ്ഷൻ സി നിനക്ക് നവജീവൻ പകരുന്നവൾ, ഓപ്ഷൻ ഡി വിശ്വസ്തയും സുഹൃദിനിയും ആയവൾ. ഉത്തരം ഓപ്ഷൻ ബി നിന്നെ സ്നേഹിക്കുവാനും 7 പുത്രന്മാരേക്കാൾ വിലപ്പെട്ടവളുമായ മരുമകൾ. റൂത്ത് 4:15. സാമുവൽ ആരെയാണ് രാജാവായി അഭിഷേകം ചെയ്തത്? ഓപ്ഷൻ എ ദാവീദിനെ, ഓപ്ഷൻ ബി സോളമനെ, ഓപ്ഷൻ സി സാവൂളിനെ, ഓപ്ഷൻ ഡി ഇഷ്ബാൽ. ഉത്തരം ഓപ്ഷൻ സി സാവൂളിനെ. ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാവീദ് എവിടെയാണ് അഭിഷിക്തനായത്? ഓപ്ഷൻ എ ജെറുസലേമിൽ, ഓപ്ഷൻ ബി എഫ്രായിമിൽ, ഓപ്ഷൻ സി യൂദയായിൽ, ഓപ്ഷൻ ഡി ഹെബ്രോണിൽ. ഉത്തരം ഓപ്ഷൻ ഡി ഹെബ്രോണിൽ. ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഊറിയായുടെ ഭാര്യയുടെ പേരെന്ത്? ഓപ്ഷൻ എ ഷേബ, ഓപ്ഷൻ ബി ഹന്ന, ഓപ്ഷൻ സി ബത്ശബ, ഓപ്ഷൻ ഡി എസ്തർ. ഉത്തരം ഓപ്ഷൻ സി ബത്ശബ. ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സൂഫിന്റെ ദേശം എവിടെ? ഓപ്ഷൻ എ ജെറുസലേം, ഓപ്ഷൻ ബി എഫ്രായിം, ഓപ്ഷൻ സി യൂദയ, ഓപ്ഷൻ ഡി ഹെബ്രോൺ. ഉത്തരം ഓപ്ഷൻ ബി എഫ്രായിം. 1 സാമുവൽ 1:1. ഏത് ദിവസമാണ് എൽക്കാന ഓഹരി കൊടുത്തിരുന്നത്? ഓപ്ഷൻ എ തിരുനാളിൻ്റെ അന്ന്, ഓപ്ഷൻ ബി നേർച്ച ദിവസം, ഓപ്ഷൻ സി ബലിയർപ്പിക്കുന്ന ദിവസം, ഓപ്ഷൻ ഡി കാഴ്ചയർപ്പിക്കുന്ന ദിവസം. ഉത്തരം ഓപ്ഷൻ സി ബലിയർപ്പിക്കുന്ന ദിവസം. 1 സാമുവൽ 1:4. ആരാണ് ഹന്നയെ വന്ധിയാക്കിയത് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഓപ്ഷൻ എ കർത്താവ്, ഓപ്ഷൻ ബി ദൈവം, ഓപ്ഷൻ സി കർത്താവായ ദൈവം, ഓപ്ഷൻ ഡി സർവശക്തനായ ദൈവം. ഉത്തരം ഓപ്ഷൻ സി കർത്താവ്. 1 സാമുവൽ
1:5. പ്രവർത്തികളെ വിലയിരുത്തുന്നത് ആര്? ഓപ്ഷൻ എ കർത്താവ്, ഓപ്ഷൻ ബി ദൈവം, ഓപ്ഷൻ സി കർത്താവായ ദൈവം, ഓപ്ഷൻ ഡി സർവജ്ഞനായ ദൈവമായ കർത്താവ്. ഉത്തരം ഓപ്ഷൻ ഡി സർവജ്ഞനായ ദൈവമായ കർത്താവ്. 1 സാമുവൽ 2:3. ബാലനായ സാമുവൽ എപ്രകാരമാണ് വളർന്നു വന്നത്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ പ്രീതിയിൽ, ഓപ്ഷൻ ബി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, ഓപ്ഷൻ സി കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, ഓപ്ഷൻ ഡി ഏലിയുടെ പ്രീതിയിൽ. ഉത്തരം ഓപ്ഷൻ സി കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. 1 സാമുവൽ 2:26. ഏലി എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായാധിപൻ ആയിരുന്നത്? ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 45, ഓപ്ഷൻ ഡി 50. ഉത്തരം ഓപ്ഷൻ എ 40. 1 സാമുവൽ 4:18. കർത്താവിൻ്റെ പേടകവും വഹിച്ചുപോയ വണ്ടി ആരുടെ വയലിലാണ് ചെന്ന് നിന്നത്? ഓപ്ഷൻ എ എലയാസർ, ഓപ്ഷൻ ബി അബിനാദാബ്, ഓപ്ഷൻ സി ജോഷുവ, ഓപ്ഷൻ ഡി യാക്കോബ്. ഉത്തരം ഓപ്ഷൻ സി ജോഷുവ. 1 സാമുവൽ 6:14. ഇസ്രായേലിയർ ആരുടെയൊക്കെ ബിംബങ്ങളെയാണ് ബഹിഷ്കരിച്ചത്? ഓപ്ഷൻ എ ബാൽ അശേര, ഓപ്ഷൻ ബി അസ്താർത്ത അശേര, ഓപ്ഷൻ സി ബാൽ അസ്താർത്ത, ഓപ്ഷൻ ഡി ദാഗോൻ ബാൽ. ഉത്തരം ഓപ്ഷൻ സി ബാൽ അസ്താർത്ത. 1 സാമുവൽ 7:4. സഭാപ്രസംഗകൻ എന്നത് ഏത് പദത്തിൻ്റെ തർജ്ജമയാണ്? ഓപ്ഷൻ എ കൊഹലത്ത്, ഓപ്ഷൻ ബി ചാഖാം, ഓപ്ഷൻ സി മോരെ, ഓപ്ഷൻ ഡി ദോരഷ്. ഉത്തരം ഓപ്ഷൻ എ കൊഹലത്ത്. ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം എഴുതപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ എ BC 3-ാം നൂറ്റാണ്ടിൽ, ഓപ്ഷൻ ബി BC 4-ാം നൂറ്റാണ്ടിൽ, ഓപ്ഷൻ സി BC 2-ാം നൂറ്റാണ്ടിൽ, ഓപ്ഷൻ ഡി BC 1-ാം നൂറ്റാണ്ടിൽ. ഉത്തരം ഓപ്ഷൻ എ BC 3-ാം നൂറ്റാണ്ടിൽ. ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ആകാശത്തിന് കീഴെ സംഭവിക്കുന്നതെല്ലാം എങ്ങനെ ആരാഞ്ഞറിയാൻ പരിശ്രമിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻ എ ബുദ്ധിയോടെ, ഓപ്ഷൻ ബി അറിവോടെ, ഓപ്ഷൻ സി ജ്ഞാനത്തോടെ, ഓപ്ഷൻ ഡി ആകാംക്ഷയോടെ. ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനത്തോടെ. സഭാപ്രസംഗകൻ 1:13. എല്ലാ മിഥ്യയും ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻ എ പാഴ്വേലയുമത്രേ, ഓപ്ഷൻ ബി വ്യർത്ഥവുമത്രേ, ഓപ്ഷൻ സി ദോഷവുമത്രേ, ഓപ്ഷൻ ഡി തീവ്രവേദനയുമത്രേ. ഉത്തരം ഓപ്ഷൻ എ പാഴ്വേലയുമത്രേ. സഭാപ്രസംഗകൻ 1:14. 2:1 പ്രകാരം ഇതും മിഥ്യയായി പ്രസംഗകന് തോന്നി. എന്താണ്? ഓപ്ഷൻ എ സൂര്യന് കീഴെ നടക്കുന്ന പ്രവൃത്തികളെല്ലാം, ഓപ്ഷൻ ബി സുഖഭോഗങ്ങളുടെ ആസ്വാദ്യത, ഓപ്ഷൻ സി തൻ്റെ പ്രയത്നങ്ങൾ, ഓപ്ഷൻ ഡി എല്ലാ അധ്വാനവും. ഉത്തരം ഓപ്ഷൻ ബി സുഖഭോഗങ്ങളുടെ ആസ്വാദ്യത. സഭാപ്രസംഗകൻ 2:1. സുഖഭോഗങ്ങൾ എന്താണെന്നാണ് സഭാപ്രസംഗകൻ മനസ്സിലാക്കിയത്? ഓപ്ഷൻ എ വ്യർത്ഥമാണെന്ന്, ഓപ്ഷൻ ബി പാഴ്വേലയാണെന്ന്, ഓപ്ഷൻ സി ക്ലേശഭൂയിഷ്ടമാണെന്ന്, ഓപ്ഷൻ ഡി നിഷ്ഫലമാണെന്ന്. ഉത്തരം ഓപ്ഷൻ ഡി നിഷ്ഫലം ആണെന്ന്. സഭാപ്രസംഗകൻ 2:2. പ്രസംഗകന്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം എന്തായിരുന്നു? ഓപ്ഷൻ എ സന്തോഷം, ഓപ്ഷൻ ബി സങ്കടം, ഓപ്ഷൻ സി ഹൃദയത്തിൻ്റെ സന്തോഷം, ഓപ്ഷൻ ഡി മനസ്സിൻ്റെ സന്തോഷം. ഉത്തരം ഓപ്ഷൻ സി ഹൃദയത്തിൻ്റെ സന്തോഷം. സഭാപ്രസംഗകൻ 2:10. അവൻ്റെ ദിനങ്ങളെല്ലാം ഡാഷ് ആണ് പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ദുഃഖസങ്കുലം, ഓപ്ഷൻ ബി വേദന നിറഞ്ഞത്, ഓപ്ഷൻ സി വ്യസനമുള്ളത്,
ഓപ്ഷൻ ഡി ആസ്വാദിത നിറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി വേദന നിറഞ്ഞത്. സഭാപ്രസംഗകൻ 2:23. ആകാശത്തിലേക്ക് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു ഡാഷ് ഉണ്ട്. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ അവസരമുണ്ട്, ഓപ്ഷൻ ബി സമയമുണ്ട്, ഓപ്ഷൻ സി കാലമുണ്ട്, ഓപ്ഷൻ ഡി കൃത്യതയുണ്ട്. ഉത്തരം ഓപ്ഷൻ എ അവസരമുണ്ട്. സഭാപ്രസംഗകൻ 3:1. മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്തത് എന്ത്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ ദാനം, ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ മഹിമ, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ഓപ്ഷൻ ഡി ദൈവത്തിൻ്റെ കീർത്തി. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിൻ്റെ പ്രവർത്തികൾ. സഭാപ്രസംഗകൻ 3:11. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ ദാനം, ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ മഹിമ, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ഓപ്ഷൻ ഡി ദൈവത്തിൻ്റെ അനുഗ്രഹം. ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിൻ്റെ ദാനം. സഭാപ്രസംഗകൻ 3:13. ഒരു മനുഷ്യൻ്റെ ഗതി എന്ത്? ഓപ്ഷൻ എ അധ്വാനിച്ച് നേടുക, ഓപ്ഷൻ ബി ഒരുവൻ തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുക, ഓപ്ഷൻ സി ദൈവത്തിൽ ആശ്രയിക്കുക, ഓപ്ഷൻ ഡി ജീവിച്ച് മരിക്കുക. ഉത്തരം ഓപ്ഷൻ ബി ഒരുവൻ തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുക. സഭാപ്രസംഗകൻ 3:22. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാർ ആരെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഓപ്ഷൻ എ ജനിക്കാത്തവർ, ഓപ്ഷൻ ബി തിന്മകൾ കണ്ടിട്ടില്ലാത്തവർ, ഓപ്ഷൻ സി മരിച്ചുപോയവർ, ഓപ്ഷൻ ഡി ഇനിയും ജീവിച്ചിട്ടില്ലാത്തവർ. ഉത്തരം ഓപ്ഷൻ സി മരിച്ചുപോയവർ. സഭാപ്രസംഗകൻ 4:2. നിന്റെ ഡാഷ് നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ അധരങ്ങൾ, ഓപ്ഷൻ ബി നയനങ്ങൾ, ഓപ്ഷൻ സി പാദങ്ങൾ, ഓപ്ഷൻ ഡി വാക്കുകൾ. ഉത്തരം ഓപ്ഷൻ എ അധരങ്ങൾ. സഭാപ്രസംഗകൻ 5:6. ഭൂമിയുടെ വിളവ് ആർക്കുള്ളതാണ്? ഓപ്ഷൻ എ അധ്വാനിക്കുന്നവനാണ്, ഓപ്ഷൻ ബി മനുഷ്യർക്കുള്ളതാണ്, ഓപ്ഷൻ സി എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്, ഓപ്ഷൻ ഡി എല്ലാവർക്കും ഉള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാവർക്കും ഉള്ളതാണ്. സഭാപ്രസംഗകൻ 5:9. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി സെബദി പുത്രന്മാർ, ഓപ്ഷൻ സി ദീദിമോസ് എന്ന തോമസ്, ഓപ്ഷൻ ഡി യൂദാസ്. ഉത്തരം ഓപ്ഷൻ സി ദീദിമോസ് എന്ന തോമസ്. യോഹന്നാൻ 11:16. പിതാവുമായി ഡാഷ് പുലർത്തുന്ന ദൈവം തന്നെയായ ഡാഷ് ആണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ഐക്യം പുത്രൻ, ഓപ്ഷൻ ബി ഗാഢബന്ധം ഏകജാതൻ, ഓപ്ഷൻ സി ബന്ധം ഏകജാതൻ, ഓപ്ഷൻ ഡി ആത്മബന്ധം പുത്രൻ. ഉത്തരം ഓപ്ഷൻ ബി ഗാഢബന്ധം ഏകജാതൻ. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 1:18. നീ ആരാണ് എന്ന് ചോദിക്കാൻ പുരോഹിതരെയും ലേവ്യരെയും അയച്ച യഹൂദർ ഏത് ഗണത്തിൽ പെടുന്നവരായിരുന്നു? ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി പ്രമാണികൾ, ഓപ്ഷൻ സി ഫരിസേയർ, ഓപ്ഷൻ ഡി ഹെരോദ്യർ. ഉത്തരം ഓപ്ഷൻ സി ഫരിസേയർ. യോഹന്നാൻ 1:19, യോഹന്നാൻ 1:24. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ഡാഷ് അവൻ കഴിവ് നൽകി. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ തൻ്റെ പുത്രരാകാൻ, ഓപ്ഷൻ ബി തൻ്റെ സ്വന്തമാകാൻ, ഓപ്ഷൻ സി ദൈവമക്കളാകാൻ, ഓപ്ഷൻ ഡി സ്വർഗരാജ്യത്തിന് അവകാശികളാകാൻ. ഉത്തരം ഓപ്ഷൻ സി ദൈവമക്കളാകാൻ. യോഹന്നാൻ 1:12. പീലിപ്പോസിനെ കണ്ടപ്പോൾ
യേശു അവനോട് പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഓപ്ഷൻ ബി, വന്നു കാണുക. ഓപ്ഷൻ സി, എന്നെ അനുഗമിക്കുക. ഓപ്ഷൻ ഡി, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഉത്തരം ഓപ്ഷൻ സി, എന്നെ അനുഗമിക്കുക. യോഹന്നാൻ 1:43. താഴെ പറയുന്നവയിൽ ബെത്സൈദായിൽ നിന്നുള്ളവൻ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ, പീലിപ്പോസ്. ഓപ്ഷൻ ബി, അന്ത്രയോസ്. ഓപ്ഷൻ സി, രാജസേവകൻ. ഓപ്ഷൻ ഡി, പത്രോസ്. ഉത്തരം ഓപ്ഷൻ സി, രാജസേവകൻ. യോഹന്നാൻ 4:46. ഗലീലിയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത് എത്രാം ദിവസമായിരുന്നു? ഓപ്ഷൻ എ, 3-ാം ദിവസം. ഓപ്ഷൻ ബി, 1-ാം ദിവസം. ഓപ്ഷൻ സി, 4-ാം ദിവസം. ഓപ്ഷൻ ഡി, 2-ാം ദിവസം. ഉത്തരം ഓപ്ഷൻ എ, 3-ാം ദിവസം. യോഹന്നാൻ 2:1. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ എ, അതിഥിയുടെ. ഓപ്ഷൻ ബി, പരിചാരകന്റെ. ഓപ്ഷൻ സി, ആതിഥേയന്റെ. ഓപ്ഷൻ ഡി, കലവറക്കാരന്റെ. ഉത്തരം ഓപ്ഷൻ ഡി, കലവറക്കാരന്റെ. യോഹന്നാൻ 2:10. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. ഇതിന് സദൃശ്യമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻ എ, സങ്കീർത്തനം 69:9. ഓപ്ഷൻ ബി, സങ്കീർത്തനം 20:23. ഓപ്ഷൻ സി, ജെറമിയ 23:3. ഓപ്ഷൻ ഡി, ഏശയ്യ 29:9. ഉത്തരം ഓപ്ഷൻ എ, സങ്കീർത്തനം 69:9. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. ആരെക്കുറിച്ചാണ് ഈ പരാമർശം? ഓപ്ഷൻ എ, ക്രിസ്തു. ഓപ്ഷൻ ബി, ആത്മാവ്. ഓപ്ഷൻ സി, യോഹന്നാൻ. ഓപ്ഷൻ ഡി, പത്രോസ്. ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ. യോഹന്നാൻ 1:6-7 വാക്യങ്ങൾ. എത്ര സംവത്സരമെടുത്താണ് ജെറുസലേം ദേവാലയം പൂർത്തിയാക്കിയത്? ഓപ്ഷൻ എ, 46. ഓപ്ഷൻ ബി, 56. ഓപ്ഷൻ സി, 46. ഓപ്ഷൻ ഡി, 40. ഉത്തരം ഓപ്ഷൻ സി, 46. യോഹന്നാൻ 2:20. ഡാഷ് ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഓപ്ഷൻ എ, ആത്മാവിലും സത്യത്തിലും. ഓപ്ഷൻ ബി, ജലത്താലും ആത്മാവിനാലും. ഓപ്ഷൻ സി, സത്യത്തിലും നീതിയിലും. ഓപ്ഷൻ ഡി, ആത്മാവിനാലും അഗ്നിയാലും. ഉത്തരം ഓപ്ഷൻ ബി, ജലത്താലും ആത്മാവിനാലും. യോഹന്നാൻ 3:5. ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ എ, ശിഷ്യരുടെ. ഓപ്ഷൻ ബി, യോഹന്നാന്റെ. ഓപ്ഷൻ സി, സ്നാപക യോഹന്നാന്റെ. ഓപ്ഷൻ ഡി, യേശുവിൻ്റെ. ഉത്തരം ഓപ്ഷൻ ഡി, യേശുവിൻ്റെ. യോഹന്നാൻ 3:11. ശരിയായ വചനം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓപ്ഷൻ ബി, തൻ്റെ പുത്രനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓപ്ഷൻ സി, തൻ്റെ പുത്രനെ നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഓപ്ഷൻ ഡി, തൻ്റെ ഏകജാതനെ അയക്കാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഉത്തരം ഓപ്ഷൻ എ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. തിന്മ പ്രവർത്തിക്കുന്നവൻ ഡാഷ് വെറുക്കുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ, ദൈവത്തെ. ഓപ്ഷൻ ബി, സത്യത്തെ. ഓപ്ഷൻ സി, മനുഷ്യപുത്രനെ. ഓപ്ഷൻ ഡി, പ്രകാശത്തെ. ഉത്തരം ഓപ്ഷൻ ഡി, പ്രകാശത്തെ. യോഹന്നാൻ 3:20. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ച് പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ഓപ്ഷൻ ബി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. ഓപ്ഷൻ സി, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഓപ്ഷൻ ഡി, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഉത്തരം
ഓപ്ഷൻ എ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. യോഹന്നാൻ 1:15. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ, യേശു ശിഷ്യന്മാരോട്. ഓപ്ഷൻ ബി, യേശു യഹൂദരോട്. ഓപ്ഷൻ സി, യോഹന്നാൻ തൻ്റെ ശിഷ്യരോട്. ഓപ്ഷൻ ഡി, യേശു യോഹന്നാനോട്. ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ തൻ്റെ ശിഷ്യരോട്. യോഹന്നാൻ 3:27. യോഹന്നാനേക്കാൾ അധികം ആളുകളെ യേശു ശിഷ്യപ്പെടുത്തുന്നതായി കേട്ടതാര്? ഓപ്ഷൻ എ, യോഹന്നാൻ. ഓപ്ഷൻ ബി, യോഹന്നാന്റെ ശിഷ്യന്മാർ. ഓപ്ഷൻ സി, യഹൂദ പ്രമാണിമാർ. ഓപ്ഷൻ ഡി, ഫരിസേയർ. ഉത്തരം ഓപ്ഷൻ ഡി, ഫരിസേയർ. യോഹന്നാൻ 4:1. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ഇതിനെ തുടർന്ന് വരുന്ന വാക്യമെന്ത്? ഓപ്ഷൻ എ, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഓപ്ഷൻ ബി, ദൈവം ആത്മാവാണ്. ഓപ്ഷൻ സി, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഓപ്ഷൻ ഡി, ദൈവം ആത്മാവും സത്യവുമാണ്. ഉത്തരം ഓപ്ഷൻ ബി, ദൈവം ആത്മാവാണ്. യോഹന്നാൻ 4:23. യേശു സമറിയക്കാരുടെ കൂടെ എത്ര ദിവസം താമസിച്ചു? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി താമസിച്ചില്ല, ഓപ്ഷൻ ഡി 3. ഉത്തരം ഓപ്ഷൻ ബി 2. യോഹന്നാൻ 4:40. യോഹന്നാന്റെ സുവിശേഷ പ്രകാരം യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? ഓപ്ഷൻ എ, കാനായിലെ വെള്ളം വീഞ്ഞാക്കിയത്. ഓപ്ഷൻ ബി, ബേത്സദായിലെ രോഗശാന്തി. ഓപ്ഷൻ സി, രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്. ഓപ്ഷൻ ഡി, അപ്പം വർദ്ധിപ്പിച്ചത്. ഉത്തരം ഓപ്ഷൻ സി, രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്. യോഹന്നാൻ 4:54. ഒരു ധനാറയുടെ പ്രത്യേകത. ഓപ്ഷൻ എ, ഒരു ദിവസത്തെ ജോലിയുടെ കൂലി. ഓപ്ഷൻ ബി, ഒരാഴ്ചയിലെ കൂലി. ഓപ്ഷൻ സി, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കുള്ള വേതനം. ഓപ്ഷൻ ഡി, ഒരു താലന്തിൻ്റെ 1/6. ഉത്തരം ഒരു ദിവസത്തെ ജോലിയുടെ കൂലി. ഫുട് നോട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യോഹന്നാൻ സ്നാനം നൽകിയിരുന്നത് എവിടെ? ഓപ്ഷൻ എ, ഏനോനിൽ. ഓപ്ഷൻ ബി, സാലീമിൽ. ഓപ്ഷൻ സി, സമറിയായിൽ. ഓപ്ഷൻ ഡി, ബെത്സേദായിൽ. ഉത്തരം ഓപ്ഷൻ എ, ഏനോനിൽ. യോഹന്നാൻ 3:23. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. എന്തിനെക്കുറിച്ച്? ഓപ്ഷൻ എ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് യേശു പറഞ്ഞതിനെ കുറിച്ച്. ഓപ്ഷൻ ബി, ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് യേശു പറഞ്ഞതിനെ കുറിച്ച്. ഓപ്ഷൻ സി, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞതിനെ പറ്റി. ഓപ്ഷൻ ഡി, ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്ന് യേശു പറഞ്ഞതിനെ പറ്റി. ഉത്തരം ഓപ്ഷൻ ഡി, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്ന് യേശു പറഞ്ഞതിനെ പറ്റി. യോഹന്നാൻ 6:51-52 വാക്യങ്ങൾ. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എപ്രകാരം വിധിക്കണമെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ, ന്യായമായി. ഓപ്ഷൻ ബി, ശരിയായി. ഓപ്ഷൻ സി, നീതിയായി. ഓപ്ഷൻ ഡി, സത്യമായി. ഉത്തരം ഓപ്ഷൻ സി, നീതിയായി. യോഹന്നാൻ 7:24. ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? ആരുടേതാണ് ഈ ചോദ്യം? ഓപ്ഷൻ എ, ശിഷ്യന്മാരുടെ. ഓപ്ഷൻ ബി, അവനിൽ വിശ്വസിച്ച ജനക്കൂട്ടത്തിൽ വളരെ പേരുടെ. ഓപ്ഷൻ സി, ജെറുസലേമിൽ നിന്നുള്ള ചിലരുടെ. ഓപ്ഷൻ ഡി, അവനിൽ വിശ്വസിച്ച ഫരിസേയരുടെ. ഉത്തരം ഓപ്ഷൻ ബി, അവനിൽ വിശ്വസിച്ച ജനക്കൂട്ടത്തിൽ വളരെ പേരുടെ. യോഹന്നാൻ 7:31. ഡാഷ് അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ, നിയമം. ഓപ്ഷൻ ബി, പാരമ്പര്യം. ഓപ്ഷൻ സി, നീതി. ഓപ്ഷൻ ഡി, കൽപ്പനകൾ. ഉത്തരം ഓപ്ഷൻ എ, നിയമം. യോഹന്നാൻ 7:49.
വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെല്ലാം? ഓപ്ഷൻ എ യഹൂദരും ഫരിസേയരും. ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. ഓപ്ഷൻ സി നിയമജ്ഞരും ഫരിസേയരും. ഓപ്ഷൻ ഡി യഹൂദ പ്രമാണികൾ. ഉത്തരം ഓപ്ഷൻ സി നിയമജ്ഞരും ഫരിസേയരും. യോഹന്നാൻ 8:3. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻ എ കണ്ടെത്തുകയില്ല. ഓപ്ഷൻ ബി നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഓപ്ഷൻ സി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഓപ്ഷൻ ഡി ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യോഹന്നാൻ 8:21. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ നിലത്ത് തുപ്പി. ഓപ്ഷൻ ബി കണ്ണുകളിൽ സ്പർശിച്ചു. ഓപ്ഷൻ സി ചെളിയുണ്ടാക്കി. ഓപ്ഷൻ ഡി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഉത്തരം ഓപ്ഷൻ എ നിലത്ത് തുപ്പി. യോഹന്നാൻ 6:9. യോഹന്നാൻ 9:6. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പ്രണമിച്ചത് ആര്? ഓപ്ഷൻ എ അന്ധൻ. ഓപ്ഷൻ ബി നിക്കോദേമോസ്. ഓപ്ഷൻ സി സമറിയക്കാരി സ്ത്രീ. ഓപ്ഷൻ ഡി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ. ഉത്തരം ഓപ്ഷൻ എ അന്ധൻ. യോഹന്നാൻ 9:38. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ എ അന്ധനായ മനുഷ്യന്റെ. ഓപ്ഷൻ ബി സമറിയക്കാരി സ്ത്രീയുടെ. ഓപ്ഷൻ സി മർത്തായുടെ. ഓപ്ഷൻ ഡി പത്രോസിന്റെ. ഉത്തരം ഓപ്ഷൻ സി മർത്തായുടെ. യോഹന്നാൻ 11:27. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം യേശു ഏത് പട്ടണത്തിലേക്കാണ് പോയത്? ഓപ്ഷൻ എ ഏനോൻ. ഓപ്ഷൻ ബി എഫ്രായിം. ഓപ്ഷൻ സി ഏദോം. ഓപ്ഷൻ ഡി സമറിയ. ഉത്തരം ഓപ്ഷൻ ബി എഫ്രായിം. യോഹന്നാൻ 11:54. ലോകം അവന്റെ പിന്നാലെ പോയിക്കഴിഞ്ഞു. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ എ പ്രധാന പുരോഹിതന്റെ. ഓപ്ഷൻ ബി ഫരിസേയരുടെ. ഓപ്ഷൻ സി യഹൂദ പ്രമാണികളുടെ. ഓപ്ഷൻ ഡി കയഫാസിന്റെ. ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയരുടെ. യോഹന്നാൻ 12:19. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ഗോതമ്പ് മണി അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഓപ്ഷൻ ബി ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് നശിച്ചു പോകും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഓപ്ഷൻ സി ഗോതമ്പ് മണി അഴിയുന്നില്ലെങ്കിൽ അത് നശിച്ചു പോകും, അഴിയുന്നെങ്കിലോ അത് സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കും. ഓപ്ഷൻ ഡി ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഉത്തരം ഓപ്ഷൻ ഡി ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ 12:24. നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻ എ നടന്നുകൊള്ളുവിൻ. ഓപ്ഷൻ ബി വിശ്വസിക്കുവിൻ. ഓപ്ഷൻ സി ജീവിക്കുവിൻ. ഓപ്ഷൻ ഡി സഞ്ചരിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ ബി വിശ്വസിക്കുവിൻ. യോഹന്നാൻ 12:36. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ആരുടെ നിയമപ്രകാരമാണ് കല്ലെറിയേണ്ടത്? ഓപ്ഷൻ എ മോശ. ഓപ്ഷൻ ബി ഏലിയ. ഓപ്ഷൻ സി ഏഷയ. ഓപ്ഷൻ ഡി അബ്രഹാം. ഉത്തരം ഓപ്ഷൻ എ മോശ. യോഹന്നാൻ 8:5. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇതിന് വിരുദ്ധമായ രീതിയിൽ ചിന്തിച്ച 11-ാം അധ്യായത്തിലെ വ്യക്തി ആര്? ഓപ്ഷൻ എ യൂദാസ്. ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖൻ. ഓപ്ഷൻ സി കയഫാസ്. ഓപ്ഷൻ ഡി ധനവാൻ. ഉത്തരം ഓപ്ഷൻ സി കയഫാസ്. യോഹന്നാൻ 11:49. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ യേശു ശിഷ്യരോട്. ഓപ്ഷൻ ബി യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനോട്. ഓപ്ഷൻ സി യേശു ഫരിസേയരോട്. ഓപ്ഷൻ ഡി ജനക്കൂട്ടം യേശുവിനോട്.
ഉത്തരം ഓപ്ഷൻ ബി. യേശുവിന്റെ സഹോദരന്മാർ യേശുവിനോട്. യോഹന്നാൻ 7:14. യോഹന്നാൻ 11:35 യേശുവിന്റെ സ്നേഹത്തിന്റെ തെളിവായി എഴുതിയിരിക്കുന്നത് എന്ത്? യേശു മർത്തയെയും മറിയത്തെയും ആശ്വസിപ്പിച്ചു. ഓപ്ഷൻ ബി. യേശു കണ്ണീർ പൊഴിച്ചു. ഓപ്ഷൻ സി. ലാസറിന്റെ കെട്ടുകൾ അഴിക്കാൻ പറഞ്ഞു. ഓപ്ഷൻ ഡി. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടു. ഉത്തരം ഓപ്ഷൻ ബി. യേശു കണ്ണീർ പൊഴിച്ചു. യേശു തന്നെ ബലിയർപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഓപ്ഷൻ ബി. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. ഓപ്ഷൻ സി. മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി. ഓപ്ഷൻ ഡി. ദൈവിക വെളിപാടനുസരിച്ച്. ഉത്തരം ഓപ്ഷൻ എ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഗലാത്തിയ 1:4. അപ്പസ്തോലനാകാൻ വിളി ലഭിച്ചയുടനെ എവിടേക്കാണ് പൗലോസ്ലീഹ പോയത്? ഓപ്ഷൻ എ. അറേബ്യ. ഓപ്ഷൻ ബി. ദമാസ്കസ്. ഓപ്ഷൻ സി. ജെറുസലേം. ഓപ്ഷൻ ഡി. അന്ത്യോക്യ. ഉത്തരം ഓപ്ഷൻ എ. അറേബ്യ. ഗലാത്തിയ 1:17. രണ്ടാം തവണ പൗലോസ്ലീഹ ജെറുസലേമിലേക്ക് പോയപ്പോൾ ബർനാബാസിനൊപ്പം ആരെയാണ് കൊണ്ടുപോയത്? ഓപ്ഷൻ എ. സീലാസ്. ഓപ്ഷൻ ബി. തീത്തോസ്. ഓപ്ഷൻ സി. മാർക്കോസ്. ഓപ്ഷൻ ഡി. തിമോത്തിയോസ്. ഉത്തരം ഓപ്ഷൻ ബി. തീത്തോസ്. ഗലാത്തിയ 2:1. പൗലോസ് ഗലാത്തിയക്കാരെ എൻ്റെ കുഞ്ഞുമക്കളെ എന്ന് സംബോധന ചെയ്യുന്നത് ഏത് അധ്യായത്തിലാണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ ഡി 4-ാം അധ്യായം. 4-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് കുഞ്ഞുമക്കളെ എന്ന് സംബോധന ചെയ്യുന്നത്. അവളാണ് നമ്മുടെ അമ്മ. ആര്? ഓപ്ഷൻ എ സഭ. ഓപ്ഷൻ ബി സ്വർഗീയ ജെറുസലേം. ഓപ്ഷൻ സി സാറ. ഓപ്ഷൻ ഡി ഹാഗാർ. ഉത്തരം ഓപ്ഷൻ ബി സ്വർഗീയ ജെറുസലേം. ഗലാത്തിയ 4:26. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എപ്രകാരം? ഓപ്ഷൻ എ നിയമാനുഷ്ഠാനം വഴി. ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ഓപ്ഷൻ സി പരസ്നേഹ പ്രവർത്തനം വഴി. ഓപ്ഷൻ ഡി അനുസരണം വഴി. ഉത്തരം ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ഗലാത്തിയ 2:16. ഞാൻ ഡാഷ് കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യുവാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ ശരീരത്തെ. ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ സഭയെ. ഓപ്ഷൻ സി സഭയെ. ഓപ്ഷൻ ഡി ക്രിസ്തുവിൻ്റെ സഭയെ. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ സഭയെ. ഗലാത്തിയ 1:13. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഗലാത്തിയക്കാർക്കുള്ള ലേഖനം ഏത് അധ്യായത്തിലാണ്? ഓപ്ഷൻ എ 3-ാം അധ്യായം. ഓപ്ഷൻ ബി 2-ാം അധ്യായം. ഓപ്ഷൻ സി 6-ാം അധ്യായം. ഓപ്ഷൻ ഡി 5-ാം അധ്യായം. ഉത്തരം ഓപ്ഷൻ ഡി 5-ാം അധ്യായം. പരിച്ഛേദർക്കുള്ള സുവിശേഷം ആരെയാണ് ഏൽപ്പിച്ചത്? ഓപ്ഷൻ എ പത്രോസ്. ഓപ്ഷൻ ബി തീത്തോസ്. ഓപ്ഷൻ സി പൗലോസ്. ഓപ്ഷൻ ഡി ബർണാബാസ്. ഉത്തരം ഓപ്ഷൻ എ പത്രോസ്. ഗലാത്തിയ 2:7. നേതൃസ്തംഭങ്ങൾ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചവരിൽ നിന്നും ലഭിച്ച നിർദ്ദേശം എന്ത്? ഓപ്ഷൻ എ വിജാതീയരോട് മാത്രം സുവിശേഷം പ്രസംഗിക്കുക. ഓപ്ഷൻ ബി പാവങ്ങളെപ്പറ്റി ചിന്തയുണ്ടാകുക. ഓപ്ഷൻ സി അധികാരികളോട് വിധേയനായിരിക്കുക. ഓപ്ഷൻ ഡി നിയമാനുഷ്ഠാനത്തിൽ ശ്രദ്ധിക്കുക. ഉത്തരം ഓപ്ഷൻ ബി പാവങ്ങളെപ്പറ്റി ചിന്തയുണ്ടാകുക. ഗലാത്തിയ 2:10. വിശ്വാസത്തിന് മാതൃകയായി ഗലാത്തിയക്കാർക്കുള്ള ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ പൗലോസിനെ. ഓപ്ഷൻ ബി പത്രോസിനെ. ഓപ്ഷൻ സി അബ്രാഹത്തെ. ഓപ്ഷൻ ഡി തീത്തോസിനെ. ഉത്തരം ഓപ്ഷൻ സി അബ്രാഹത്തെ. ഗലാത്തിയ 3:9. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഗലാത്തിയക്കാർക്കുള്ള ലേഖനം അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻ എ 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഓപ്ഷൻ ബി 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ.
ഓപ്ഷൻ സി 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഓപ്ഷൻ ഡി 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ദൈവം അബ്രഹത്തിന് പാരമ്പര്യ അവകാശം നൽകിയത് എന്തുവഴിയാണ്? ഓപ്ഷൻ എ വാഗ്ദാനം, ഓപ്ഷൻ ബി വിശ്വാസം, ഓപ്ഷൻ സി നിയമം, ഓപ്ഷൻ ഡി ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ എ വാഗ്ദാനം. ഗലാത്യ 3:18. തെറ്റിലകപ്പെടുന്ന ഒരുവനെ എപ്രകാരം വീണ്ടെടുക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ തെറ്റിന് പറ്റിയ ശിക്ഷ നൽകിക്കൊണ്ട്, ഓപ്ഷൻ ബി നീതിപൂർവം വിധിച്ചുകൊണ്ട്, ഓപ്ഷൻ സി ശാസിച്ചുകൊണ്ട്, ഓപ്ഷൻ ഡി സൗമ്യതയോടെ. ഉത്തരം ഓപ്ഷൻ ഡി സൗമ്യതയോടെ. ഗലാത്യ 6:1. ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കേണ്ടത് എപ്രകാരം? ഓപ്ഷൻ എ സഹനജീവിതം വഴി, ഓപ്ഷൻ ബി സുവിശേഷ പ്രഘോഷണം വഴി, ഓപ്ഷൻ സി പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട്, ഓപ്ഷൻ ഡി അനുസരണം വഴി. ഉത്തരം ഓപ്ഷൻ സി പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട്. ഗലാത്യ 6:2. വചനം എഴുതുക. യോഹന്നാൻ 5-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഗലാത്യ 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.